ഇതാണ് നമ്മുടെ ബത്തേരി സിറ്റി. പ്രത്യേകിച്ച് വലിയ തിരക്കൊന്നുമില്ല ശനിയാഴ്ച ആയിട്ടും. നമ്മുടെ ബത്തേരി സ്റ്റാൻഡാട്ടോ. ഇവിടെ എന്താണെന്നറിയില്ല, എന്ത് ചായയോ ജ്യൂസോ എന്തോ കൊടുക്കുന്നുണ്ട്. എന്താ സംഭവം എന്നൊന്നും അറിയില്ല. എനിക്കെന്തായാലും മാനന്തവാടിക്കുള്ള ബസ് കിട്ടിയിട്ടുണ്ട്. ഞാനിനി മൂന്നാനക്കുഴി അവിടെ പോയി ഇറങ്ങും. അവിടെ നിന്നാണ് പബ്ലിശ്ശേരിയുള്ള ബസ്സിലേക്ക് കയറി പോകാൻ പോണേ. നമുക്ക് ഈ അസംഷൻ ഹോസ്പിറ്റൽ കഴിഞ്ഞാൽ തൊട്ടപ്പുറത്തൊരു പള്ളിയുണ്ട്. ഈ വഴിയാണ് നമുക്ക് പോകാനുള്ളത് പപ്പളശ്ശേരിയിലേക്ക്. ഇതാണ് ബത്തേരിയിൽ നിന്ന് വരുന്നത്. ഇങ്ങോട്ടേക്ക് പോകണ വഴിയാണ് ഇങ്ങോട്ടേക്കുള്ള. അത് മാനന്തവാടി പോകണം. നമുക്കിനി ഏതെങ്കിലും ബസ് വരുന്നുണ്ടോ നോക്കാം. നമുക്ക് അതിൽ കയറി പോകാനേ. നമുക്കുള്ള ബസ്സാട്ടോ വരുന്നത്. അച്ചൂസ് ദേ വരുന്നു കേട്ടോ. നമ്മുടെ പപ്പളശ്ശേരി ടൗൺ ഒരു കൊച്ചു ടൗണാണ്. റേഷൻ കട മുതൽ എന്താണ് സഹകരണ ബാങ്ക് വരെ ഉണ്ട്. ഇത് അടുത്ത മീനങ്ങടിയിലേക്കുള്ള ബസ്സാണ്. ഞാൻ ടൗണിലോട്ട് ഇറങ്ങിയേ. ഞാൻ ചുങ്കം പപ്പളശ്ശേരിയിൽ ഇറങ്ങിയില്ല. അച്ഛന് കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ടായിരുന്നു, അതുകൊണ്ട് ഇവിടെ ഇറങ്ങിയതാണ്. ഇനി ഇവിടെ നിന്ന് കുറച്ച് നടക്കാനുണ്ട് മേളിലേക്ക്. ഭയങ്കര വെയിലാണ്, അതുകൊണ്ട് ഞാൻ കുടയൊക്കെ എടുത്തിട്ടുണ്ട്. എനിക്കെന്തായാലും വെയിൽ കൊള്ളാൻ വയ്ക്കാം, അല്ലെങ്കിൽ എന്നും വെയിലുണ്ടാ പണി. ഇത് ലീവായതുകൊണ്ട് ഇങ്ങോട്ടാണ് വന്നത്. ഇവിടെ എന്തെങ്കിലും പണിയൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. നമുക്ക് പോയി നോക്കാം എന്താ സ്ഥിതി എന്നറിയില്ല. കുറച്ച് നമ്മൾ മേളിലേക്ക് വരുമ്പോൾ ഇവിടെ കൊണ്ടൊരു ഭജനമഠം. ഭജനമഠത്തിൻ്റെ നേരെ ഇത് ഈ വഴി, ഇങ്ങോട്ടേക്കുള്ള വഴി. ഈ വഴിയാണ് നമുക്കങ്ങോട്ട് നമ്മുടെ വീട്ടിലേക്ക് പോകണ്ടേ. ഇവിടെ അന്നാ കാറ്റ് വന്നിട്ട് മരങ്ങളൊക്കെ കുറേ വീണായിരുന്നു. അതൊക്കെ അവർ മുറിച്ച് മാറ്റിക്കൊണ്ടിരിക്കുകയെന്ന് തോന്നുന്നുണ്ട്. ഇത് ഇവിടെ തേക്കൊക്കെ വീണിട്ടുണ്ടായി. ആ തേക്കാണത് ഇവിടെ കിടക്കണത്. ഇത് കണ്ടോ, തേക്കും തെങ്ങൊക്കെ വീണത്. മരം മുറിക്കുന്ന ഒച്ചയൊക്കെ കേൾക്കാം മേളിലേക്ക്. ഇത് കണ്ടോ, എത്ര വലിയ തെങ്ങാ വീണേക്കണം ഇവിടെ. അങ്ങോട്ടേക്ക് പോകുമ്പോഴേ അറിയുള്ളൂ എന്താ സ്ഥിതി. മുറിച്ച് മാറ്റിയ മരങ്ങളൊക്കെ എന്നറിയില്ല. പോയി നോക്കാം എന്തായാലും താഴോട്ടേക്ക്. ഇതെല്ലാം അന്നത്തെ കാറ്റിന് സംഭവിച്ചതാണ്. ഇതെല്ലാം അവർ മുറിച്ച് മാറ്റി ഇവിടെ കൂട്ടിയിട്ടിട്ടുണ്ട് പറകല്ല. ഇതൊക്കെ ഇത്രയും വലിയ മരങ്ങളൊക്കെ വീണു. ഇതുണ്ടോ, ഇത് അവിടെ ഒരെണ്ണം കിടക്കുന്നു അപ്പുറത്ത്. അതാന്ന് തോന്നുന്നു വലിയ മരം അപ്പോൾ കാണുന്ന അപ്പുറത്തുള്ള. പേരൊക്കെ മുറിഞ്ഞിട്ടാണ് വീണേക്കണേ. എന്തോ ഇതെങ്ങാനും വീടിൻ്റെ മുകളിലേക്കോ എങ്ങാനൊക്കെ വീണിരുന്നെങ്കിൽ എന്താവുമായിരുന്നു അവസ്ഥ. ഇത്ര വലിയ മരം വീണേക്കണം ഇവിടെ. വന്ന് നമ്മൾ പകുതി എത്തി. കുറച്ചും കൂടെ പോയാൽ മതി ഇങ്ങോട്ടേക്ക് എത്താൻ. ഇതുണ്ടോ മുള വരെ അതിൻ്റെ ചോടോടെ പറഞ്ഞു പോയി. എല്ലാവരും പറയും മുള അതിൻ്റെ വേര് താഴെ വരെ പോകുന്നു, നന്നായിട്ട് താഴോട്ട് ഇറങ്ങി പോകത്രേ. അന്നങ്ങനെ പിരിഞ്ഞു വരില്ല എന്നൊക്കെയാണ്. ഇപ്പോൾ കണ്ടോ അത്രയും വലിയ കാറ്റടിച്ച് മുളംകൂട് വരെ പറഞ്ഞു പോയി. ഇനി കുറച്ചേ ഉള്ളൂ നമ്മുടെ സ്ഥലത്തേക്ക്. അച്ഛനവിടെ എന്താക്കുന്നൊന്നും അറിയില്ല, പോയി നോക്കാം. നമ്മൾ വീടിന് വേണ്ടിയിട്ട് സ്ഥലം എന്നൊക്കെ എത്തിയില്ല. അവിടെയൊക്കെ ഇതുണ്ടോ കാറ്റടിച്ചിട്ട് ഈ മരത്തിൻ്റെ മണ്ടയിലുള്ള കമ്പുകളും മൊത്തം പൊട്ടി തവിട് പൊടിയായി നിലത്ത് വന്നിട്ടുണ്ട്. അവിടെയും വീണ് കിടപ്പുണ്ട് മരം, ഷെഡിൻ്റെ നേരെ മുന്നിൽ. കണ്ടോ, ഇതൊക്കെ പൊളിഞ്ഞ് വീണതാ. ഇവിടെ മരണം കിടക്കണം. എത്ര വലിയ കൊമ്പാന്നൊക്കെ വീണേ കിടക്കുന്നേന്ന് കണ്ടോ. ആരോ ഉണ്ടെന്ന് തോന്നുന്നുണ്ട് അവിടെ. ആരോ വന്നിട്ടുണ്ട്. നമുക്കെന്തായാലും പോയി നോക്കാം. ഏയ് 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 ഏയ്
ഏയ് ഏയ് ഏയ് ഏയ്. ഞാൻ പറഞ്ഞില്ലേ വീടിൻ്റെ താഴെ മരം പൊട്ടി വീണമെന്ന്. ഇത്രയും വലിയ കമ്പുകളാണ് വീണേക്കണം. ഇതുണ്ടോ, ഇത് ഈ മരത്തിൻ്റെ അവിടുന്ന് ഒടിഞ്ഞു വീണേ. പിന്നെ അതിൻ്റെ അപ്പുറം ഒരു മരമല്ലേ, അതും അതിൻ്റെ തല മൊത്തം പൊട്ടി അങ്ങ് വീണുപോയി ഇന്നലത്തേക്ക്. ആ ഭാഗത്തുള്ള കാപ്പിയൊക്കെ ഏകദേശം തീരുമാനമായിട്ടുണ്ടാവും. ഇത്രയായ കാപ്പിയൊക്കെ അത്രയും വലിയ കാറ്റടിച്ചേ. നമുക്കിനി നമ്മുടെ ഷെഡിൻ്റെ ഉള്ളൊക്കെ ഒന്ന് കാണാം. അടുപ്പ് കാണിച്ചു തരാം. അടുപ്പ് അമ്മ സെറ്റാക്കി വെച്ചേക്കണത് അടുപ്പല്ല. പിന്നെ അകത്തേക്ക് പോകാം. ഇവിടെ ഒരു റൂം വരും, ഈ സ്പേസ്. പിന്നെ ഒരെണ്ണം ഇതും ഒരു റൂമാണ്. മൊത്തം 3 റൂം വരും. ഇവിടെ ഒരെണ്ണം, പിന്നെ ഈ ഭാഗത്തായിട്ട് ഒരെണ്ണം. അങ്ങനെ മൊത്തം 3 റൂം വരും.